ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ എല്ലാവരും ഓടിച്ചാടി കയറി വാ മക്കളെ, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരും ഓടി വാ. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങളറിഞ്ഞോ, ഞാൻ പുതിയ ഫോൺ വാങ്ങിയായിരുന്നു. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, മൈജി പോയി ഫോൺ വാങ്ങിയ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടില്ല. ഒരുപാട് കൂടിയതൊന്നുമല്ല, ഒരു ചെറിയൊരു ഫോൺ. മറ്റേ ഫോൺ അങ്ങ് പന്നലായി പോയായിരുന്നു. അങ്ങനെ ഫോണില്ലാതെ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടൊരു വലിയ വിലയൊന്നും ഇല്ലാത്തൊരു ഫോൺ ഞാൻ വാങ്ങി. പിന്നെ ഞങ്ങളടുത്ത് കളമന പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ എല്ലാവരും കൂടെ പോയായിരുന്നു. അങ്ങനെ അവിടുത്തെ കുറച്ച് ഇതൊക്കെ എടുത്തായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത്. നിങ്ങളാരും എന്നെ തിരക്കുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ടീമെല്ലാം എന്താ പോവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നതാണ്. കണ്ട, പിള്ളേരും ഹസ്ബൻഡുണ്ട്, എല്ലാവരും കൂടെ പോകുന്നു. ഞാൻ പള്ളിയിൽ ഫ്രണ്ട് ചെയ്യുന്നു. വേണ്ട, പിന്നെ വയ്യാതെയൊക്കെ ആയിരുന്നു, അതുകൊണ്ടൊക്കെ വീഡിയോ ഇടാതെ ഇരുന്നേ. എന്നും ചോദിക്കും എന്നും എല്ലാ വീഡിയോയിലും വയ്യെന്ന് പറയുന്നതുകൊണ്ട് പറഞ്ഞ് ഞാൻ തന്നെ മടുത്ത്. കണ്ടേ, ഇഷ്ടം പോലെ കച്ചവടം കയറാം കേട്ടോ. എല്ലാ ഐറ്റവും ഉണ്ട്, എന്തോ വേണമെങ്കിലും നമുക്ക് വാങ്ങാം. നമുക്കിതിലൊന്നും വലിയ നോട്ടമില്ല. എൻ്റെ പള്ളിയുണ്ട്. ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. കുറച്ച് പാത്രമൊക്കെ വാങ്ങി. പിന്നെ മെയിൻ ഐസ്ക്രീമാണ്. പക്ഷേ ഇന്നലെ കുടിച്ചില്ല, മഴ ആയതുകൊണ്ട് ഐസ്ക്രീം കുടിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. ഇപ്പം മഴയൊക്കെ ആകുമ്പോൾ ഐസ്ക്രീം കുടിക്കാൻ പറ്റത്തില്ല. പനിയൊക്കെ അങ്ങോട്ട് വന്നിട്ട് മാറിയതേ ഉള്ളൂ. പിന്നെ കപ്പലണ്ടിയൊക്കെ ഒത്തിരി വാങ്ങി കേട്ടോ. പിന്നെ എല്ലാ കച്ചവടക്കാരും ഉണ്ടായിരുന്നു. ചില സാധനങ്ങൾക്കൊക്കെ ഒരുപാട് വില കുറവുണ്ട്, ചില സാധനങ്ങൾക്ക് വില കൂടുതലുണ്ട്. എൻ്റെ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയാണ്. പക്ഷേ ഇവിടെ ജാതി മതമൊന്നുമില്ല. എല്ലാ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യൻസും എല്ലാം വരും. എല്ലാവരും പരിപാടിക്ക് വരുന്നതാണ്. എല്ലാവരും നല്ല ഒരു നല്ല ശക്തിയുള്ളൊരു പള്ളിയാട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല എല്ലാവരും ഹിന്ദുക്കളാണ് കൂടുതലും ഉള്ളത്. മുസ്ലിങ്ങളെക്കാളും കൂടുതലും ഇവിടെ വരുന്നത് ഹിന്ദുക്കളാണ്. നല്ല ഞങ്ങളെല്ലാ വട്ടം വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും കയറാം. ഇവിടെ ജാതിയും മതമൊന്നുമില്ല. എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിമും ക്രിസ്ത്യൻസും എല്ലാം കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് സംഭവം എന്തോന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. പിന്നെ കച്ചവടം ഉണ്ട്. പൊരി എനിക്ക് ഏറ്റവും ഇഷ്ടം, ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ആ പൊരി. എന്തോ പൊരി? ചോളം കൊണ്ടുണ്ടാക്കുന്ന പൊരി, ഭരണി. എനിക്ക് ഈ സംഭവം ഇഷ്ടമാണ്, ഭരണി. അതാണ് ഞാൻ ഈ കച്ചവടക്കാർ അടുത്ത് ചെന്നിന്ന് അതങ്ങ് പിടിച്ചത്. പിന്നെ ഇതൊക്കെ നല്ല സംഭവം, നല്ല രസമുണ്ട്. കുഞ്ഞുങ്ങളെ ട്രെയിന്, അതിൻ്റെ ഒന്നും പേരറിയത്തില്ല, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാരും ഇരിപ്പുണ്ട്. അതിന് ഒരാൾക്ക് 80 രൂപ ടിക്കറ്റ്. ഒത്തിരി പേര് കയറുന്നുണ്ട്. അതിപ്പോൾ ഒരാളായാലും 2 പേരായാലും കൊണ്ടുപോകും. ഫുള്ളാവണമെന്നൊന്നുമില്ല, ആൾ നിറഞ്ഞാലേ പോകത്തുള്ളൂ അങ്ങനെയൊന്നും പറയുന്നില്ല. ചിലയിടത്ത് പറയും ആൾ നിറയട്ടെ എന്നിട്ടേ പോകുള്ളൂ എന്ന് പറയും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 2 പേരായാലും ഈ എല്ലാ സംഭവങ്ങളും പോകുന്നുണ്ട്. ഉള്ള ആളിനെയും കൊണ്ട് പോകുന്നുണ്ട്. അത് കൊള്ളാം, അത് നല്ലൊരു സംഭവം. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. കുഞ്ഞുങ്ങൾക്ക് വലിയവർക്കും കയറാം. നമ്മൾ സാധാ ട്രെയിനിൽ ഇരുന്ന് പോകുന്ന ഒരു ഫീലാണ്. പക്ഷേ ഈ ബാക്കിലത്തെ ഈ സംഭവത്തിൽ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനം ഇതൊക്കെ. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്കതിൽ കയറണമെന്ന്. പക്ഷേ ആരും കയറ്റിയില്ല. എന്തോ തലയൊക്കെ കറങ്ങുമെന്ന് വെച്ചാൽ എന്തോ ആരും കയറിയതുമില്ല. അതിനൊരാൾക്ക് 100 രൂപ കേട്ടോ ടിക്കറ്റ്. ഇതിന് 100 രൂപ. അത് കൊള്ളാം. അത് ഭയങ്കര ഹൈറ്റാണ്, ഇങ്ങനെ കാണുന്നതൊന്നും പോലെയൊന്നുമല്ല, തെങ്ങിനേക്കാൾ ഹൈറ്റിലാണ് ഇത് പോയിരിക്കുന്നത്. പക്ഷേ സാധാരണ എനിക്കിതൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ വണ്ടിയിൽ തന്നെ സ്പീഡ് കൂടുമ്പോൾ ഞാൻ പയ്യപ്പോ എന്ന് പറയുന്ന ആളാണ്. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്കതിലൊന്ന് കയറണമെന്ന്. പക്ഷേ കയറിയില്ല. ഇന്നും ഞങ്ങൾ പോകുന്നുണ്ട്, നോക്കാം. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ എന്നും അങ്ങ് മഴ. ഈ സംഭവം കണ്ടല്ലോ, വള്ളം പോലത്തെ, അതും ഒരാൾക്ക് 80 രൂപ. അതും ആടുന്നതാണ്, ഊഞ്ഞാൽ പോലെ ആടും. പക്ഷേ അതും ഭയങ്കര സ്പീഡ് വരുമ്പോൾ അതും ഭയങ്കര ഹൈറ്റായ രണ്ടറ്റത്തും ഇരിക്കുന്നവർക്ക് ഒരുപാട് പൊങ്ങിപ്പോവും. അപ്പോൾ നമുക്കങ്ങ് പേടിയാവും. ഭയങ്കര സൗണ്ടാണ്. അതിനകത്തിരുന്ന പിള്ളേരൊക്കെ അങ്ങ് വിളിച്ചു പോവുമായിരുന്നു. ഭയങ്കര വിളിയാണ്. പക്ഷേ കാണാൻ നല്ല രസമുണ്ടതല്ലേ. ഞങ്ങളിവിടെ നിന്ന് 8 മണിയൊക്കെ ആയപ്പോൾ പോയതാണ്. ഞങ്ങൾ 10-11 മണി കഴിഞ്ഞിട്ടൊക്കെ വന്നേ. എല്ലാവരും ഇവിടെ കപ്പലണ്ടിയൊക്കെ ഒത്തിരി വാങ്ങി കേട്ടോ. വാങ്ങി കഴിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് നല്ലൊരു രസമാണ്. ഇഷ്ടം പോലെ എല്ലാം അറിയാമെന്നുള്ളവരുണ്ട്. ഇവിടെ നിന്നൊക്കെ എല്ലാവരും പോകുന്നുണ്ട്. ഇത് പട്ടാഴിയും ഏനാത്തും നിന്ന് ഇങ്ങോട്ട് വരുന്നിടത്താണ് കളമലപ്പള്ളി. ഭയങ്കര ഒരു പേര് കേട്ട ഒരു പള്ളിയാണ്. എല്ലാ വർഷവും അവർ ഇതുപോലെ പെരുന്നാൾ നടത്തുന്നതാണ്. എല്ലാ വട്ടം ഞങ്ങൾ പോയി അവിടെ തെണ്ടി തിരിഞ്ഞൊക്കെ നടന്നിട്ട് വരുന്നതാണ്. കുഴപ്പമില്ല, നല്ല
ഒരു വല്ലാത്ത ഫീലായിരുന്നു. പിന്നെ മനസ്സിനൊക്കെ ഒരു സന്തോഷവും നല്ല ഒരിതായിരുന്നു. ഈ സംഭവത്തിലൊന്നും എനിക്ക് കയറണമെന്നേ ഇല്ലായിരുന്നു. ഈ വള്ളം പോലെ ഇരിക്കുന്ന എൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല. ഇതൊക്കെ തീരെ കുഞ്ഞു പിള്ളേരിരിക്കുന്ന ഇറങ്ങുന്ന കാറ് പോലെ അത് സെറ്റ് ചെയ്തേക്കുന്നത് ഇത്. അതിനൊക്കെ എത്ര 80 രൂപയുണ്ടാണ്. അത് കുഞ്ഞുങ്ങൾ മാത്രമേ ഇരിക്കത്തുള്ളൂ. അത് കുഴപ്പമില്ല, കൊള്ളാം. അത് കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. വാങ്ങാൻ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. തുണിയൊക്കെ വാങ്ങാൻ നല്ല വില കുറച്ചൊക്കെ ഉണ്ട്. ചില സാധനങ്ങൾക്കൊക്കെ ഒരുപാട് വില കുറവാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും വില കുറവാണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ, കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല സാധനമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് നല്ല രസമാണ് ഇങ്ങനെയൊക്കെ നമുക്ക് അടുത്ത് കണ്ട പള്ളിയിലെ ഇതാണ്. പക്ഷേ എനിക്കെന്തോ അതത്ര തെളിച്ചത്തിൽ കിട്ടിയില്ല. എൻ്റെ പള്ളി കണ്ട നല്ല ലൈറ്റ്, കളർ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് ആ പള്ളി കാണാണ്ടേ. ഇഷ്ടം പോലെ അങ്ങ് ജനമോ, ഭയങ്കര ആളായിരുന്നു ഇന്നലെ. അത് കണ്ട എല്ലാ കച്ചവടം എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ലൊരു മൂടായിരുന്നു. എൻ്റെ ഭരണി ഇത് വേറെ സ്ഥലം കേട്ടോ. നേരത്തെ കണ്ട വേറെ, ഇത് വേറെ. ഇതൊക്കെ ഇന്നത്തെ വിശേഷം. ടാറ്റാ.